ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഈ ദശകത്തിലെ അവസാന ശ്ലോകങ്ങളായ 9ഉം 10ഉം നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 40 പൂതനാമോക്ഷം ശ്ലോകം 9. ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിത വല്ലവേ വ്രജപദേ തദുരസ്ഥലഖേലനം നനുഭവന്തമഗൃഹത ഗോപികാ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ വായിക്കാമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിത വല്ലവേ. അതിൻ്റെ അർത്ഥം ഒന്നിച്ചിട്ട് നോക്കാം. ഭയമുണ്ടാക്കുന്ന ഗർജനത്തിൻ്റെയും ഭയാനകമായ ശരീരത്തിൻ്റെയും ശ്രവണം, ദർശനം എന്നിവ കൊണ്ട് വല്ലാതെ പരിഭ്രമിച്ച ഗോപജനങ്ങളോടു കൂടിയിരിക്കുമ്പോൾ അതിലെ അക്ഷരങ്ങൾ എങ്ങനെ ഉച്ചരിക്കാമെന്ന് നോക്കാം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഘോഷണ എന്നുള്ളതിൻ്റെ ഖോന്ന്, മേഘം എന്നൊക്കെ ഉള്ളതിൻ്റെ ഖാന്ന് നന്നായിട്ട് ഊന്നി പറയണം. പിന്നെയും ഭീഷണ എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഭീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ശ്രവണ ദർശന മോഹിത വല്ലവേ വ്രജപദേ ഗോകുലത്തിൽ, തത് ഉരസ്ഥല ഖേലനം തദുരസ്ഥല ഖേലനം അവളുടെ മാറിൽ കളിക്കുന്ന, നനു ഭവന്തമഗൃഹത ഗൃഹത അത് ശ്രദ്ധിച്ചോളൂ. ഗൃഹണത എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. നമ്മളത് ഉച്ചരിക്കുമ്പോൾ ഗൃഹത ഹാന്ന് രണ്ടാമത് വരണം. ബ്രാഹ്മണൻ എന്നൊക്കെ പറയുന്ന പോലെ ഹാന്ന് രണ്ടാമത് വരണം. അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഭവന്തം അങ്ങയെ, അഗൃഹത നനു എടുത്തു, ഗോപിക ഗോപസ്ത്രീകൾ. ഗോപിക അവിടെ നീട്ടിയിട്ട് വിസർഗം പറഞ്ഞിട്ട് നിർത്തണം. അതേപോലെ തദുരസ്ഥല ഖേലനം, സ്ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഖേലനം എന്നുള്ളതിലത്തെ ഖേന്നും. ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിത വല്ലവേ വ്രജപദേ തദുരസ്ഥലഖേലനം നനുഭവന്തമഗൃഹത ഗോപികാ. അടുത്തത് 10ാമത്തെ ശ്ലോകം. ഭുവനമംഗലനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണ ത്വമയി വാതനികേതനനാഥ മാം അഗതയൻ കുരു താവക സേവകം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിൻ്റെ അർത്ഥവും അക്ഷരങ്ങളുടെ ഉച്ചാരണവും നോക്കാം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്ന് നോക്കാം. ഭുവനമംഗല നാമഭിർ ഏവ, അത് ചേർത്തിട്ടാണ് നാമഭിരേവ. ഭുവനമംഗള നാമഭി ഏവ, ലോകത്തിൽ വെച്ച് ഏറ്റവും മംഗളകരമായ നാമങ്ങളാൽ തന്നെ. ഭുവന എന്നുള്ളതിൻ്റെ ഭൂന്നും നാമഭിർ എന്നുള്ളതിൻ്റെ ഭീന്നും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. തേ അങ്ങയുടെ, യുവതിഭിർ ഗോപവനിതകളാൽ, ഭി എന്നുള്ള അക്ഷരം ഇവിടെയും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ബഹുധ പലതരത്തിലുള്ള, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ബ എന്നുള്ളത് ബാലൻ എന്നുള്ളതിൻ്റെ. കൃതരക്ഷണ, ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കൃതരക്ഷണ അവിടെ വിസർഗമുണ്ട്. കൃതരക്ഷണ രക്ഷാകർമ്മങ്ങൾ ചെയ്യപ്പെട്ടവനായ. ത്വമയി ത്വം അങ്ങ്, വാതനികേതനനാഥ ഐ വാതനികേതന അല്ലയോ ഗുരുവായൂരപ്പ. നാഥ എന്നുള്ളതിൻ്റെ ഥാന്ന് നന്നായിട്ട് ഊന്നി പറയണം. മാമഗതയൻ, മാം അഗതയൻ, മാം എന്നെ, അഗതയൻ രോഗമില്ലാത്തവനാക്കി തീർക്കുന്നവനായി, കുരു തീർത്താലും, താവക സേവകം അങ്ങയുടെ ഭക്തനാക്കി. ഭുവനമംഗലനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണ
രക്ഷണ ത്വമൈവാതനികേതനനാഥ മാം അഗതയൻ കുരു താവക സേവകം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.